എല്ലാവർക്കും തായൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ടുള്ളൊരു കറിയാണ്. അടിപൊളി കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പിടി അണ്ടിപ്പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കൊപ്ര കഷ്ണങ്ങളാക്കിയത്, തേങ്ങയും ചേർക്കട്ടോ. ഇതൊന്ന് അരച്ചിട്ട് വരാം. അരച്ചതിലേക്ക് ഈ തക്കാളി ഉണ്ടല്ലോ, ഒരു 5 തക്കാളി ഉണ്ട്. ഈ 5 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ 4 കഷ്ണമൊക്കെ ആക്കിയിട്ട് അതിൽ കൂട്ടി അരക്കുക. ഇതതിൽ ഇട്ടിട്ട് നേരത്തെ ഞാൻ ചെറിയ ജാറിലാണ് ഇത് പൊടിച്ചത്. വലിയ ജാറിൽ ആക്കിയിട്ട് ഇത് അരച്ചിട്ട് വരാം. നന്നായി പേസ്റ്റ് പോലെ അരക്കുക. വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിലാണ് അരക്കേണ്ടത്. അപ്പോൾ ശരിക്ക് അരയുള്ളൂ. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. ഓക്കെ. അടുത്തത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി വരുമ്പോൾ 2 കഷ്ണം ചെറിയ പട്ടട കഷ്ണം, 2 ഏലക്കായ്, ഒരു 3 കരാമ്പൂ ചേർക്കുക. ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ ഇത് ഒരു തണ്ട് കറിവേപ്പില, ഒരു 10-12 ചുവന്നുള്ളി, ചെറിയ ഉള്ളി 5-6 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് ഉള്ളിയും ഒക്കെ ഒന്ന് മരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുക. ആ പെരുംജീരകം ഒന്ന് മരിഞ്ഞ് വരുമ്പോൾ അതിൽ ഒരു സവാള, ഓപ്ഷനിലാണ്, സവാള ചേർക്കണമെങ്കിൽ ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താൽ മതി. ഒരു മീഡിയം സൈസ് സവാള അതിലേക്ക് അരിഞ്ഞിട്ട് ചേർക്കുക. ഇതിലൊരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പണ് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം മാറി പിന്നെ എണ്ണ ഇങ്ങനെ പുറപ്പെടും, എണ്ണമയം ഇങ്ങനെ കാണും. ആ സമയത്ത് നമ്മൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ കടലമാവ് കലക്കിയത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക, കട്ടയില്ലാതെ. ഇളക്കുക. നമുക്ക് പാകത്തിന് വെള്ളം, നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അല്ലാതെ ഇതേമാതിരി കുറുകിയിട്ട് വേണ്ടത്. ഇപ്പോൾ ചോറിനൊക്കെ ഉപയോഗിക്കാനാണ്. ചോറിനും ദോശക്കും ഇഡ്ഡലിക്കും എല്ലാത്തിനും നടക്കും, എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണ്. ഞാനിപ്പോൾ ഇത് ചോറിനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അവിടെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
കടലമാവ് ഒഴിച്ചെടുക്കുന്നത് കുറച്ച് ഒരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉപ്പ് കറക്റ്റ് ചെയ്യുക ഈ സമയത്ത്. മാവ് ചേർത്ത് ചൂടായി വരുമ്പോൾ ഇത് മൂടിയിട്ട് കൊടുക്കുക. 2 വിസിൽ വന്നാൽ ഓഫാക്കുക. അപ്പോൾ കറി റെഡിയാണ്. തക്കാളിക്കറി, അടിപൊളി തക്കാളിക്കറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ചോറിൽക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റിയാണ്.